അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കോട്ടയം പൈക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ 11-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം തന്നെ എനിക്ക് എൻ്റെ ഞാൻ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ബി എസ് സി നഴ്സിംഗിൽ എനിക്ക് എക്സാം 2017 ടു 2021 ബാച്ചായിരുന്നു. പക്ഷേ കൊറോണ കാരണം എനിക്ക് 1 ഇയർ ഞങ്ങളുടെ കോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് ഞങ്ങൾക്ക് 2022 ഫെബ്രുവരി 22-നാണ് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങിക്കഴിഞ്ഞിട്ടും എനിക്ക് ഫസ്റ്റ് ഇയറിലും നമുക്കൊരു 3rd ഇയർ വരെയുള്ള എല്ലാ സബ്ജക്ട്സും ക്ലിയർ ചെയ്താലേ ഉള്ളൂ നമുക്ക് 4th ഇയറിലെ ഫൈനൽ എക്സാം നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് 2022 ഇറങ്ങി. അപ്പോഴും എനിക്ക് എക്സാം ഒരു സപ്ലിമെൻ്ററി റിസൾട്ട് വരാനുണ്ടായിരുന്നു. മെയിലായിരുന്നു അന്നത്തെ ഞങ്ങളുടെ റെഗുലർ എക്സാം വരുന്നത് 4th ഇയറിൻ്റെ. പക്ഷേ ആ ഒരു സപ്ലിമെൻ്ററി പോലും എനിക്ക് ഫസ്റ്റ് ഇയറിൽ 2 സബ്ജക്റ്റ്, സെക്കൻഡ് ഇയറിലും 2 സബ്ജക്റ്റ് വീതം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ അതിൽ ഫെയിലായി. അപ്പോൾ എനിക്ക് 4th ഇയർ ആ ഒരു ടൈമിൽ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഞാൻ അത് കഴിഞ്ഞ് 2023 പിന്നെയും സപ്ലിമെൻ്ററി വന്നു. ഞാൻ എക്സാം എഴുതി. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അപ്പം എൻ്റെ അമ്മ ഇവിടെ നേരത്തെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളായിരുന്നു. അപ്പം എല്ലാ ദിവസവും എക്സാമിന് പോകുന്നതിന് മുമ്പ് അമ്മ എണ്ണ വെച്ച് എൻ്റെ തലയിൽ ഉടമ്പടി തൈലം വെച്ച് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ കാശുരൂപം എൻ്റെ തന്നുവിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിച്ച് തന്നെ എക്സാം എഴുതാൻ പാസ്സാവും എന്നൊക്കെ പറഞ്ഞ് എക്സാം എഴുതാൻ പോയി. പിന്നെ ഞാൻ എക്സാം എഴുതി റിസൾട്ട് വന്നു. അതിനകത്ത് എനിക്ക് ഒരു സബ്ജക്റ്റ്, എൻ്റെ ഫസ്റ്റ് ഇയർ സെക്കൻഡിൽ ഒരു സബ്ജക്റ്റ് കിട്ടിയുണ്ടായിരുന്നുള്ളൂ. പിന്നെയും സപ്ലിമെൻ്ററി വന്നു. അതിലും ഞാൻ എക്സാം എഴുതി. ആ ഒരു ടൈമിലും ഇത് തന്നെ ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം കഴിച്ച് എണ്ണയും തൂത്ത് ഉടമ്പടി തൈലം എല്ലാം പുരട്ടി ഞാൻ എക്സാം എഴുതാൻ പോയി. അപ്പോഴും ഞാൻ 2 സബ്ജക്റ്റിന് ഞാൻ പാസ്സായി. പിന്നെ ഒരു സബ്ജക്റ്റിന് പിന്നെയും എനിക്ക് സപ്ലിമെൻ്ററി വന്നു. അങ്ങനെ 2023 നവംബറിൽ ഒരു സെപ്റ്റംബറിൽ ഞാൻ എക്സാം എഴുതി. എനിക്ക് നവംബറിൽ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ ഞാൻ ഉടമ്പടി എടുത്തല്ലോ. അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് എനിക്ക് 2023 എനിക്ക് ആ സബ്ജക്റ്റ് ക്ലിയറായി. അങ്ങനെ എനിക്ക് നെക്സ്റ്റ് 2024 എനിക്ക് എക്സാം എഴുതാൻ ഫോർത്ത് ഇയറിൻ്റെ എക്സാം എഴുതാൻ എനിക്ക് പറ്റി. ഞാൻ മാർച്ചിൽ എക്സാം എഴുതി. മാർച്ച് 9-നായിരുന്നു 4th ഇയറിൻ്റെ എൻ്റെ എക്സാം. ആ എക്സാം ഞാൻ എഴുതി. എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. എക്സാം എഴുതിയത് വെച്ച് എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഏപ്രിൽ 11-ന് വന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പം ആദ്യം നിയോഗം വെച്ച് തന്നെ എൻ്റെ 4th ഇയറിൻ്റെ എക്സാം പാസ്സാകാൻ വേണ്ടി തന്നെയായിരുന്നു. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം പാസ്സാകാൻ പറ്റണം, ഇനി ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ അമ്മയെന്നൊക്കെ കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ നിയോഗം വെച്ചു. പക്ഷേ അത് എഴുതിയിട്ട് ഞാൻ ഒരു സബ്ജക്റ്റിന് എനിക്ക് പാസ്സാകാൻ പറ്റുള്ളൂ. അന്നേരം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. വർഷങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം പുറത്തേക്ക് പോയി OET എഴുതുന്നു, എല്ലാവരുടെ രജിസ്റ്റർ എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ മാത്രം ഇങ്ങനൊരു അവസ്ഥ, എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് ഞാൻ കുറേ പ്രാർത്ഥിച്ചു. പിന്നെ ഞാനാണെങ്കിൽ അടുത്ത എക്സാം ഞാൻ എഴുതി. അത് സെപ്റ്റംബറിലായിരുന്നു എക്സാം. അപ്പോൾ സെപ്റ്റംബറിൽ എക്സാം എഴുതി. രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോഴും ഞാൻ എക്സാം എഴുതി. അമ്മയുടെ ഉടമ്പടി തൈലവും തേനും എല്ലാം കുരിശും വരച്ച് ഞാൻ അമ്മയുടെ ഉപ്പും എല്ലാം കഴിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം എഴുതാൻ പോയി. അവിടെ വെച്ച് ഞാൻ എക്സാം ഹാളിൽ ഞങ്ങൾക്ക് 3/4 മണിക്കൂറോളം ഞങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കാം. ആ ഒരു ടൈമിൽ ഞാൻ കുറേ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. അമ്മയുടെ കാശുരൂപം കൈയും മുറുക്കെ പിടിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും എനിക്ക് റിസൾട്ട് വന്നു. ആ റിസൾട്ട് വന്ന ടൈമിലും എനിക്ക് ഒരു സബ്ജക്റ്റ് എനിക്ക് കിട്ടിയിരുന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. പിന്നെ എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലായിരുന്നു. എനിക്ക് പള്ളിയിൽ പോകണ്ട, എനിക്ക് ബൈബിളൊന്നും കാണണ്ട. ഞാൻ ഉടമ്പടി പത്രമെല്ലാം എടുത്ത് അലമാരിക്കകത്ത് വെച്ച് പൂട്ടി. ബൈബിളൊക്കെ ഞാൻ എടുത്ത് തിരിച്ചു വെച്ചു. എനിക്ക് പ്രാർത്ഥിക്കേണ്ട, എനിക്കൊന്നും പറ്റുന്നില്ല, എന്നെ കൊണ്ടൊന്നും നേടാൻ പറ്റുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെയൊക്കെ ഒരു മനോഭാവമായിരുന്നു. എനിക്കൊന്നിനും പറ്റുന്നില്ലായിരുന്നു. എന്നോട് കുരിശ് വരയ്ക്കാൻ വരാൻ പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞു എന്നെ അതിനൊന്നും വിളിക്കണ്ട, അമ്മയ്ക്ക് വേണേൽ അമ്മ പ്രാർത്ഥിച്ചോ, എനിക്കതിലൊന്നും ഇനി താല്പര്യമില്ല. ഇത്രയും പ്രാർത്ഥിച്ചും തരാത്തതിന് എനിക്ക് ആരുടെയും പുറകെ പോകാനൊന്നും പറ്റത്തില്ല. ആ ഒരു രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ഇത് വെറുതെ എല്ലാം സ്റ്റാച്യു മാത്രമാണ്, അല്ലാണ്ട് ആർക്കും ഒരു ഇതും ഇല്ല, എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് ഉള്ളിക്കിടന്ന് ഇതാവാൻ തുടങ്ങി. പിന്നെ ഞാൻ അമ്മയുടെ സോറി എല്ലാം പറഞ്ഞ് ഞാൻ അതുപോലെ തന്നെ രൂപങ്ങളെല്ലാം എടുത്ത് എൻ്റെ മേശയിൽ ഞാൻ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് കഴിഞ്ഞ ജനുവരിയിലായിരുന്നു അടുത്ത എക്സാം. അന്നും ഞാൻ ഉടമ്പടി തൈലം
ഞാൻ എൻ്റെ കാശ് രൂപ ഉപ്പെല്ലാം ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് കോളേജിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ ഉപ്പ് ആ ഒരു സൈഡിലായിട്ട് വെതറി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എന്നെ ഇനി പാസ്സാക്കണമേ, ഇനി ഇവിടെ ഒരു എക്സാം എഴുതാൻ എന്നെ ഇടവരുത്തരുതേ, എനിക്കിനി പറ്റത്തില്ല. എൻ്റെ വീട്ടുകാർക്ക് അതുപോലെ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം ആണെങ്കിലും നഴ്സിംഗ് അവർ പാസ്സായി ഇറങ്ങി. എനിക്ക് അതിനു മുമ്പ് എങ്കിലും കിട്ടണേ അമ്മേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ബലം ഞാൻ പ്രാർത്ഥനയാണേലും അച്ഛൻ്റെ പ്രാർത്ഥന, ചൊവ്വാഴ്ചകളുടെ പ്രാർത്ഥനയൊന്നും എനിക്ക് കൂടാൻ ഭയങ്കര മടിയായിരുന്നു. എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് കാണാനോ ഒരു പ്രാർത്ഥന കൊന്തയൊന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു. എനിക്ക് കൊന്ത ചെല്ലാൻ മടി, ബൈബിൾ വായിക്കാൻ മടി, ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ എടുത്താൽ തന്നെ വായിക്കണമെന്നുണ്ട്. പിന്നെ ആകുമ്പോൾ തന്നെ ഞാൻ അടച്ചു വെക്കും. ഇത് വായിക്കുമ്പോൾ തന്നെ ഞാൻ അടച്ചു വെക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ മാർച്ച് 3-ാം തീയതി വന്ന ഉടമ്പടി പിന്നെയും പുതുക്കി, മാർച്ച് 6-ന് വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. എല്ലാ ദിവസവും ഞാൻ കൊന്ത ചെല്ലും. 3 മണിയാകുമ്പോൾ കർണക്കൊന്ത ചെല്ലും. ബൈബിൾ ഒരു ദിവസം ഞാൻ 10 അധ്യായം വെച്ച് ഞാൻ എല്ലാ ദിവസവും ഞാൻ വായിക്കും. എങ്ങാനും ഞാനാണെങ്കിൽ ആ ദിവസം വായിച്ചിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അതും കൂടെ കൂട്ടി മൊത്തം 20 അധ്യായം വെച്ച് ഞാൻ വായിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ പ്രാർത്ഥന കൂടും. അങ്ങനെയൊക്കെ ഞാൻ എക്സാം എല്ലാം എഴുതി. ഞങ്ങളുടെ പ്രാക്ടിക്കൽ ഫെബ്രുവരി 20-നായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. അപ്പോഴും ടെൻഷനാണ്, ഇനിയും മുന്നോട്ട് പോകാൻ എനിക്ക് സമയമില്ല. പ്രായവും മുന്നോട്ട് പോകുന്നു, ഇയേഴ്സും പോകുന്നു. എനിക്കിനി വയ്യ, ഇനി എക്സാം എഴുതത്തില്ല, ഇനി എന്തെങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എക്സാം എഴുതത്തില്ല എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. അമ്മ എങ്ങനെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഈ ഒരു ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ അമ്മേനെ ഒരു ദിവസം പോലും ശല്യപ്പെടുത്താതിരുന്നില്ല. എന്നും പ്രാർത്ഥിച്ച് കിടക്കാൻ പോയാലും കരച്ചില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നാലും കരച്ചില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അമ്മയുടെ സുഗന്ധ അഭിഷേകം കിട്ടുന്നു, അമ്മ സ്വപ്നത്തിൽ വരുന്നു, എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഇനിയും എൻ്റെ കൂടെ ഇല്ലേ, ഇനിയും എനിക്ക് ഇങ്ങനെ തന്നെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്, എൻ്റെ ജീവിതം നശിക്കാൻ പോവുകയാണ്, ഇങ്ങനെയൊക്കെ ഭയങ്കര. ഇനി ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ലൈസൻസോട് കൂടി അല്ലാണ്ട് നമ്മളെ ഒരു ഹോസ്പിറ്റലിലും എടുക്കുന്നില്ല. ഇത് പോയി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഹോസ്പിറ്റലും കയറാൻ പറ്റത്തില്ല. എൻ്റെ ജീവിതം നിന്നു പോയൊരവസ്ഥയായി പോകും. അങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടു, എനിക്ക് എൻ്റെ 2 എക്സാമും ഞാൻ എഴുതിയത് എനിക്ക് പാസ്സാവുന്ന കണ്ടു. പക്ഷേ ആ 2 എക്സാമും ഞാൻ ഒരു സബ്ജക്റ്റ് മാത്രമേ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ജസ്റ്റ് പാസ്. മറ്റേ സബ്ജക്റ്റിൽ ഒന്നും ഞാൻ എഴുതിയില്ല. 14 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 14 ക്വസ്റ്റ്യൻ പോലും എനിക്ക് എന്നാന്ന് അറിയത്തില്ലായിരുന്നു. എക്സാം എഴുതി ഞാൻ ആദ്യത്തെ ദിവസമൊക്കെ അമ്മയോട് വന്ന് പറയുമായിരുന്നു, എനിക്ക് കുഴപ്പമില്ല, സങ്കടപ്പെടുത്തുന്നുണ്ടെന്ന് ഓർത്ത് ഞാൻ അമ്മയോട് പറയുന്നത്. എക്സാം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും കുഴപ്പമില്ല എഴുതിയിട്ടുണ്ട്. പക്ഷേ അവസാനം ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആ അഡ്മിനിസ്ട്രേഷൻ എക്സാം എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആ 14 ക്വസ്റ്റ്യൻ എന്താ എഴുതിയെന്ന് പോലും എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അവസാനം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഫ്രണ്ട്സിനോടും പറഞ്ഞു, എടി ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്ക് അറിയത്തില്ല, ഞാൻ പാസ്സാവുന്ന പോലും എനിക്ക് ഉറപ്പില്ല, ഒരു 5 മാർക്ക് അവർക്ക് യൂണിവേഴ്സിറ്റിക്കാർക്ക് ഇടാൻ പോലും അതിനകത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഞാനിവിടെ എഴുതിയ നിയോഗങ്ങളൊക്കെ ഞാൻ തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ എഴുതി. എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാനൊരു ബൈബിൾ തുറന്ന് കണ്ണടച്ചൊരു ബൈബിൾ വാക്യം എടുക്കും, അതിനകത്ത് ഞാൻ ആ പേപ്പർ എഴുതി വെച്ച് എന്നും പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അതേ അമ്മയുടെ ഉടമ്പടി തൈലം എന്നും അതേ പുരട്ടും പ്രാർത്ഥിക്കാൻ നേരത്ത്. ഞാൻ അമ്മ എന്നെ പാസ്സാക്കണം, ഇനി ഇങ്ങനൊരു അവസ്ഥ എനിക്ക് വരരുതേ, ഞാനിത് പാസ്സായിക്കാൻ ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നും കിടക്കുമ്പോൾ കരച്ചില്ല. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കുറേ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഞാനിവിടെ വരും, പ്രാർത്ഥിക്കും, ഇവിടുന്ന് പത്രം മേടിക്കും, അത് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറേ പേരൊക്കെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയും, അവരോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ പാസ്സാവും, നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇടയ്ക്ക് അവർക്ക് സപ്ലിമെൻ്ററി കിട്ടിയപ്പം ഞാൻ അവർക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ ബുക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് കൊടുത്തു. അത് ഞാൻ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങൾ പാസ്സാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് റിസൾട്ട് വന്നു, അവരത് പാസ്സായി. പിന്നെ ആണെങ്കിൽ അങ്ങനെ ഇരിക്കെ എൻ്റെ റിസൾട്ട്, ഞാനൊരു ദിവസം സ്വപ്നം കണ്ടു. എനിക്ക് എപ്പോഴും പറഞ്ഞത് മാതാവിനെയൊക്കെ എല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, അപ്പോൾ എനിക്ക് സ്വപ്നത്തിൽ ഒന്ന് വരണേന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും വന്നിട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് എന്താ എനിക്ക് മാത്രം ഒന്നും ഇല്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സ്വപ്നം കണ്ടു, എൻ്റെ 2 സബ്ജക്റ്റും ഞാൻ പാസ്സാവുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനും പേടി, അമ്മയോട് പറയാൻ പേടി, ഇനി പറഞ്ഞില്ലേ നടക്കത്തില്ലയോ അങ്ങനെയൊക്കെ ഞാൻ അവസാനം പറഞ്ഞു, എന്തുണ്ടെങ്കിൽ ഞാൻ പറയും. അത് ഞാൻ പറഞ്ഞു അമ്മയോട്, അമ്മ ഞാൻ ഇങ്ങനെ പാസ്സാവുന്ന സ്വപ്നം കണ്ടു, എനിക്ക് അറിയത്തില്ല അതെന്താ കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ദിവസം ഇന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമേ ഇനി റിസൾട്ട് വരുമ്പോഴത്തേനും അമ്മ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടുന്ന അന്ന് എനിക്ക് അന്നത്തെ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി കഴിയുമ്പോഴേ എനിക്ക് റിസൾട്ട് പറഞ്ഞു. ഞങ്ങൾക്ക് എന്നും 5 മണി കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നത്. അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ആ ഒരു ദിവസം റിസൾട്ട് വരണേ,
ആ ചൊവ്വാഴ്ച ഒരു ഉടമ്പടി ധ്യാനം കൂടുന്ന ദിവസം തന്നെ എനിക്ക് റിസൾട്ട് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷെ അന്ന് വന്നില്ല. ഇന്നലെ ഒരു സാധാരണ 5 മണി കഴിഞ്ഞ് വരുന്ന റിസൾട്ട്, ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചേട്ടി റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ഇന്ന സമയത്തൊക്കെ വരും, ഇത്രയും താമസിച്ചുകൊണ്ട് റിസൾട്ട് വേണേൽ 3 മണിക്കിടാം 11 മണിക്കിടാം, പക്ഷെ 11 മണിക്ക് ഇതുവരെ ഒരു റിസൾട്ട് വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇന്നലെ അങ്ങോട്ട് അവളോട് പറഞ്ഞു, എടി 11 മണിക്ക് വേണം റിസൾട്ട് വരും, ഞാനപ്പോൾ ധ്യാനം കൂടുക, നീ എന്നെ വിളിക്കുമെന്ന്, ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടി ഞാൻ ഉടമ്പടി ധ്യാനം കൂടാൻ പോവാ, നീ എന്നെ വിളിക്കുകയൊന്നും വേണ്ട, ഞാൻ ഫോൺ എടുക്കത്തില്ല, നിനക്ക് എന്തെങ്കിലും പറയണം നീ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അപ്പോൾ റിപ്ലൈ തരത്തില്ല, എന്തായാലും 1:15 കഴിയാതെ ഞാനത് റിപ്ലൈ തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 11:58 ആയപ്പോഴത്തേനും കറക്റ്റ് 11:58 എൻ്റെ 11:38 എൻ്റെ റിസൾട്ട് വന്നു. ഒരിക്കലും 11 മണി ആ ഒരു ടൈമിൽ റിസൾട്ട് ഇടത്തില്ലാത്ത എൻ്റെ മനസ്സിൽ തോന്നിച്ച ഒരു സമയം ഞാൻ അവളോട് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്ന് ഇങ്ങനെ മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് ഒന്നും ഓപ്പൺ ചെയ്യാൻ പോയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, പിന്നെ എനിക്കൊരു 12:15 ഇപ്പോൾ പിന്നെയും മെസ്സേജ് ഇടുക. അപ്പം ഞാൻ ഓർത്തത് ആരാ, അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ട് തുറന്നു നോക്ക്, മെസ്സേജ് നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, എടി നീ പാസ്സായി, റിസൾട്ട് വന്നു, നീ പാസ്സായെന്ന് പറഞ്ഞു. നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണേലും 2 പേർക്ക് പോയി. അത് അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കുക, നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എങ്കിലും എടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു. ഇന്നും ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അവർ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം പ്രാവശ്യം എനിക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഞാൻ 5 മണിയായപ്പോൾ ഞാൻ എണീറ്റു, പള്ളിയിൽ പോകാൻ വേണ്ടി. അത് ഞാൻ 5:30 പ്രാർത്ഥിച്ചു. 5:30 പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു വചനം എനിക്ക് കിട്ടുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിൻ്റെ കൂടെ ഞാനുണ്ട്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണെന്നുള്ള വചനം എനിക്ക് കിട്ടി. എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നൊരു വചനം കിട്ടി. അത് ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എല്ലാം കഴിഞ്ഞ് അന്നത്തെ ദിവസം തന്നെ എനിക്ക് 11:30 ഞാൻ പാസ്സായി, എല്ലാം കിട്ടി. എനിക്ക് അത്രയ്ക്കും എൻ്റെ ദൈവം എനിക്ക് മാതാവ് വന്നില്ലെങ്കിലും മാതാവ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സാവുകയും ചെയ്തു. അത് നല്ല മാർക്കാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ ജസ്റ്റ് പാസ്സാണെങ്കിൽ അതുപോലെ ഞാൻ പ്രതീക്ഷിച്ചതല്ല, അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ മാർക്കാണ്. എന്നുവെച്ചാൽ ഞാൻ പാസ്സാവുമെന്ന് പോലും വിചാരിച്ചല്ല ഞാൻ എഴുതിയത് വെച്ച്. പക്ഷെ അതെൻ്റെ മാതാവിനെ രക്ഷിച്ചു. ഇന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് പിറ്റേ ദിവസം തന്നെ വന്ന് അമ്മയുടെ അടുത്ത് സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു. ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ വന്നതാണ്. പിന്നെ അമ്മ വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പനാണെങ്കിൽ എന്തെങ്കിലും ഒരു 2 വർഷമായിട്ട് എൻ്റെ അപ്പന് ഇപ്പോഴും ഭയങ്കര കൈവേദനയായിരുന്നു. ഒന്നും എടുക്കാൻ പറ്റത്തില്ല, എടുത്തു കഴിയുമ്പോൾ ഉടനെ തന്നെ കൈവേദന തുടങ്ങും. പിന്നെ രാത്രി ആകുമ്പോഴത്തേനും പിന്നെ ബെൽറ്റ് കെട്ടി ചൂട് പിടിക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നാൾ, ഒരു 2 വർഷത്തോളം അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ചു, എനിക്കങ്ങനെ കണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ അപ്പൻ്റെ കൈവേദന പറഞ്ഞാൽ എന്തെങ്കിലും തരമുണ്ട് അത് എനിക്ക് തന്നോ, എൻ്റെ അപ്പനൊന്നും പറ്റരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ പിന്നെ അമ്മയുടെ ഉപ്പ് ഞാൻ അപ്പൻ്റെ ബെഡ് വിതറി, ഉടമ്പടി ഉപ്പ് ഞാൻ വിതറി. അത് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അപ്പൻ്റെ കൈവേദന 1 വർഷമായിട്ട് എൻ്റെ അപ്പന് ഒരു ബുദ്ധിമുട്ടുമില്ല, എന്ത് ചെയ്താലും എൻ്റെ അപ്പനൊരു കുഴപ്പമില്ല. അമ്മ മാതാവ് അത് അപ്പൻ്റെ കൈവേദന നീക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതായ കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബം. ഞാനാണെങ്കിൽ എന്നും ഇപ്പോൾ ബൈബിൾ വായിക്കും. പിന്നെ ആണെങ്കിൽ എന്നും പള്ളിയിൽ പോകും. ഒരു ദിവസം പോലും പള്ളി മുടങ്ങിയാൽ തന്നെ ഞാൻ ആ ദിവസം തന്നെ യൂട്യൂബിലിരുന്ന് വിശുദ്ധ കുർബാന കൂടും. എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഒരു 10 അധ്യായം വെച്ച് ഞാൻ എല്ലാ ദിവസവും വായിക്കും. മുടങ്ങിയാൽ ആ ദിവസത്തേക്കും കൂടി പിറ്റേ ദിവസം കൂട്ടി ഞാൻ ചെന്ന് വായിക്കും. ഞാനാണെങ്കിൽ ഇവിടെ കാനപ്രവൃത്തി ഞാൻ ചെയ്തേക്കുന്നത് ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും. പിന്നെ ആണെങ്കിൽ അന്നത്തിരിക്കുന്ന വഴിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ ഉള്ളത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ അത് ഞാൻ കൊടുത്ത് എല്ലാവരെയും ഞാൻ സഹായിക്കും. അമ്മയ്ക്കും തിരുക്കുമാനും 1000 നന്ദി. പ്രഭാഷകൻ 33:16 മുതലുള്ള തിരുവചനങ്ങളിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത്, കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി, മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്ക് നിറച്ചു. സോന ജോർജ് തൻ്റെ 2022 താൻ പാസ് ഔട്ടായതാണ്. എന്നാൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറും അങ്ങനെ തന്നെ പെൻഡിങ്ങിൽ സബ്ജക്റ്റുകൾ കിടക്കുന്നു. ആ ഒരു അവസരത്തിൽ പല പ്രാവശ്യം താൻ എക്സാം എഴുതുന്നുണ്ട്, തനിക്ക് കിട്ടാതെ പോകുന്നു.
ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ല ഉടമ്പടി ജീവിക്കണം. അത് അമ്മ നമ്മോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടിയില്ല എന്നോർത്ത് നാം സങ്കടപ്പെടുന്നത് മാത്രമാകരുത്. ജീവിതത്തെ എങ്ങനെയാണ് ഈ മകള്, തനിക്ക് ഉടമ്പടി ധ്യാനം കൂടാൻ മടിയായിരുന്നു, ബൈബിൾ വായിക്കില്ലായിരുന്നു, കുർബാനയ്ക്ക് പോകുന്നത് കുറവ്. അപ്പോഴിങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അരൂപിക്ക് നാം നമ്മെ തന്നെ വാതിലടയ്ക്കുകയാണ്. ഈ വാതിലടച്ചിട്ടാൽ ദൈവാരൂപിക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുവാനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും തടസ്സങ്ങളാണ്. അതാണ് പിന്നീട് താൻ ഉടമ്പടി പുതുക്കിക്കഴിഞ്ഞ് പിന്നീട് തനിക്ക് തന്നെ ബോധ്യങ്ങൾ വരുന്നു. ആ രീതിയിൽ താൻ തന്നെ മാറി. അവിടെയാണ് ദൈവം പ്രവർത്തിച്ചത്. ഇന്നലെ റിസൾട്ട് വരുന്നു. തൻ്റെ കൂടെയുള്ളവരൊക്കെ എത്ര ബാച്ച് കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. കൂടെയുള്ളവരൊക്കെ പല ജോലിക്ക് അല്ലെങ്കിൽ വിദേശത്തേക്കൊക്കെ പോകുമ്പോൾ തനിക്ക് മാത്രം ബാക്കപ്പായി ഇങ്ങനെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ ഇന്നലെ തൻ്റെ റിസൾട്ട് വന്നു. അതിനു മുൻപ് അമ്മ തനിക്ക് സ്വപ്നത്തിലൂടെ വന്ന് തനിക്ക് താൻ പാസ്സാകുന്ന കാര്യമൊക്കെ തനിക്ക് മനസ്സിലാക്കി തരുന്നതായും ഒക്കെ ഈ മകൾ പങ്കുവെച്ചു. അങ്ങനെ ജീവിതം പുതിയതാവുകയാണ്. ഇനി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ കൃപ നഷ്ടപ്പെടുവാനായിട്ട് സോന തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.